സൂക്ഷിച്ചു പോടാ. ചാക്കിൽ എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാ എന്തു പറയും? പിന്നാക്കാന്ന് പറഞ്ഞാ മതി. പിന്നാക്കോ? എടാ നിന്റെ തലയിലെ കാര്യമല്ല, ചാക്കിലെ കാര്യമാ പറഞ്ഞത്. ആ സ്ഥലം എത്തി. മിണ്ടാതെ. അയ്യോടേ, നിന്നെയൊക്കെ കക്കാൻ പഠിപ്പിച്ച എന്നെ വേണോടെ അടിക്കാൻ. 19 കടകൾ കുത്തി തുറന്നിട്ടും ഇനി നേരാവണ്ണ ഒന്നും പഠിച്ചില്ലെന്ന് വെച്ചാ പാസ്റ്റപ്പിയായി വേഗം ആവട്ടെ. ഇത് പഴമല്ല, കൂട്ടാണ്. ഒറ്റ ചവിട്ടടിച്ചാന്നോണ്ടല്ലോ പട്ടി ചവമേ. എന്താടാ കൊച്ചുവായിൽ വലിയ വർത്താനം പറയാ? ഇടിച്ച് നെഞ്ചാമുടി കളക്കി കളയും. കുഴിഞ്ഞിരുന്ന് അറുക്കടാ. ഇവര് മരണം. രാവടാ രാവ് രാവ്. ആരടാകത്ത്? അയ്യോ തോക്ക്! ഞാൻ പോലീസല്ല കള്ളൻ. വലിക്കല്ലേ പൊട്ടും. നീ ആരടാ? നിങ്ങളാരാ? ഞാൻ കള്ളൻ അല്ല, പോലീസ്. അതൊന്നും തരുക. ഇത് കളിത്തോക്ക. ഇതാരോടും പറയണ്ടേ? അയ്യോ, ഇതേത് പുതിയ തൊണ്ടിയല്ലടി, മഹാതെണ്ടിയാ. അത് ശരി, അപ്പൊ മോഷണമാണ് നിങ്ങളുടെ പണി. ഇത് ഞാൻ പോലീസിനോട് പറയൂ. എന്റെ സ്വഭാവം നിനക്കറിയില്ല, ഒന്ന് പറഞ്ഞോടീ. നിക്കുന്നത് അന്തസ്സുള്ള കുടുംബത്തിൽ പിറന്നവനും ആഭിജാത്യമുള്ളവനും പരമസുന്ദരനും ലോകൈക ചെറ്റിയെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവനുമായി ഇരിക്കുന്നത്. ഞാൻ പിന്നെ കൊണ്ട് നടക്കുന്നല്ലേ ഉള്ളു മക്കളെ. എന്റെ മുമ്പിൽ വെച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ മാന്യന്മാരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞാൽ ഞാൻ പോലീസിനെ വിളിക്കും. മനസ്സമാധാനോട്ടൊന്ന് കക്കാന്ന് വിചാരിച്ചു അവിടെ പറിച്ചാൽ കുരിച്ചുകള്. അല്ല, മക്കളെങ്ങനെ ഇതിനകത്ത് കയറി? അല്ല, നിങ്ങൾ എങ്ങനെ അകത്ത് കയറിയ? ഞങ്ങൾ താഴെ അകത്ത് കയറി. ഞാനേ താഴെ അറക്കാതാ കയറിയ. ഇതാരിത്? ഇവൻ നമ്മളെക്കാൾ വലിയ കള്ളനാ. ഇവൻ നമുക്ക് നോക്കാം. ഇവനിൽ നിന്ന് പലതും പഠിക്കാനുണ്ട്. എന്താ നിങ്ങൾ ഈ കൊച്ചിനെ പിടിച്ച് ഗുരുവാക്കാൻ നോക്കും മനുഷ്യ? പിള്ളേരെ ആ ചാക്കം കൊണ്ടിങ്ങി വരി. അതൊരു ആക്സിഡന്റാ. നോക്കുന്നുണ്ട്. നിങ്ങളും ചുമ്മാ നിൽക്കാതെ എടുത്തോ. ഇങ്ങോട്ടാ. ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. പിള്ളേരെ വേഗം ആവട്ടെ. ഫാസ്റ്റ് അവിടെ വയ്യപ്പി. വേഗം റെഡിയാകട്ടെ, പോണം. അപ്പൊ നിങ്ങള് കള്ളന്മാര് മാത്രല്ല, പിച്ചക്കാരും കൂടിയാണല്ലേ? പിച്ചക്കാരൻ നിന്റെ തന്ത. ഞങ്ങളൊക്കെ അന്തസ്സായിട്ട് മോഷ്ടിക്കുന്നവരാ, അല്ലാതെ തെണ്ടികളല്ലടാ. മോഷ്ടിച്ചിട്ടാണോ അന്തസ്സായിട്ട് ജീവിക്കുന്നേ? ഊപ്പേ, ഞങ്ങള് പറയുന്ന അനുസരിച്ച് നിന്നാ മതി കേട്ടാ. വലിയ വർത്താനൊന്നും പറയണ്ട. ഒന്ന് വേഗമാകട്ടെ മല്ലേശ്വരി. പോലീസ് പിടിക്കാത്ത സ്ഥലം നോക്കണം. ആ, പോലീസ് നമ്മളെ ഒട്ടും ശല്യം ചെയ്യാത്തൊരു സ്ഥലമുണ്ട്. അതെവിടെയാടി? ലോക്കപ്പ്. അവിടെ ആവുമ്പോ 3 നേരം ഞമ്മ കിട്ടും. ലോക്കപ്പിലൊക്കെ എന്റെ പട്ടി വരും. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. എപ്പോഴും കടന്ന് അവരെന്തായിരിക്കും? ചേട്ടാ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? എന്താടാ മോനെ? നിങ്ങളുടെ തന്ത ആരാന്നായിരിക്കും. ആരുടെയെങ്കിലും പേര് പറഞ്ഞുകൊണ്ട് കൊച്ചല്ലേ, മനസ്സിലാവൂല. അതെനിക്ക് നേരത്തെ മനസ്സിലായി. പിന്നെ നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്ഥിരമായിട്ട് താമസിച്ചൂടെ? എടാ, സ്ഥിരമായിട്ട് ഞങ്ങൾക്ക് സ്ഥലമില്ലെന്നാ നീ പറയുന്നത്? സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ 10 സെന്റ്, KSRTC ബസ് സ്റ്റാൻഡിൽ 8 സെന്റ്, എറണാകുളം മൈറഗാസ് കോളേജ് ഗ്രൗണ്ടിൽ എത്ര സെന്റ് വേണമെന്ന് മേയർ ചോദിച്ചിട്ട് വേണ്ടാന്ന് പറഞ്ഞവനാണ് ഞാൻ. MG റോഡിന്റെ വക്കിലേ. ഈ ചെറുക്കൻ സ്വപ്പ പെശകാണെന്നാണ് തോന്നണേ. കൂടെ കൊണ്ടുവടന്നാ കൊടുക്കാൻ പാരയാവോ? എടി, ഇവൻ മറ്റു 4 പേരെ പോലെ കഴുതയല്ല, 10 വയസ്സ് കൂടുതലാണ്. എന്തോന്ന്? തലയിൽ ഇത്തിരി കൂടുതലുണ്ടെന്ന്. മുടിയാ? എങ്കി പിന്നെ മുട്ടയടിച്ചങ്ങ് വിട്ടുകളയാന്ന്. മുടിയല്ലടി, ബുദ്ധി. ഓ, നിങ്ങൾക്കില്ലാത്ത സാധനം. എടി, ഇവനെ കൂടി നമ്മുടെ പ്രൂഫിൽ പെടുത്തിയാൽ നമ്മുടെ ബിസിനസ് കുറച്ചുകൂടി ബലപ്പെടുത്താൻ സാധിക്കും. മൊണ്ണയാണെങ്കിലും നിങ്ങളുടെ തല. കൊച്ചേ, ഇനി മുതൽ നീ ഈ 4 പിള്ളേരും ഒന്നാണ്. 4 1 5 അല്ലേ? അയ്യോ, ഒറ്റ കെട്ടായിരിക്കണമെന്ന് പറഞ്ഞാണ് മനുഷ്യ. അമ്മോ, ഇങ്ങനെ ഒരു രാപകലില്ല അധ്വാനിക്കുന്നവരുടെ കമ്പനിയാണിത്. ഇവിടെ ഞങ്ങൾ ഏൽപ്പിക്കുന്ന ജോലി, അത് തെണ്ടലായാലും മോഷണമായാലും കൃത്യമായി ചെയ്ത് കാശ് ഞങ്ങൾ ഏൽപ്പിക്കണം. നിനക്കുള്ള കമ്മീഷൻ തരും. അത് മോശമല്ലേ? എന്ത് കമ്മീഷൻ കിട്ടണം? വേണ്ടെങ്കിൽ വേണ്ട. ഇവന് കമ്മീഷൻ വേണ്ട. മനുഷ്യ വെയില് മൂക്കുന്നു. എല്ലാം എടുത്തോടാ, ഞാൻ വണ്ടി ഇറക്കാം. ജീവിക്കാനായി ഒരുപാട് പണിയെടുത്തു. അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കുത്തുവാള എടുത്ത് ഞാൻ ഒരു പരുവത്തിലായി.
അവസാനത്തെ ശ്രമം എന്ന നിലയിൽ അരി മേടിക്കാൻ പഞ്ചർ പ്രദേശ് എന്നൊരു പുതിയ പ്രസ്ഥാനം ഞാൻ തുടങ്ങുകയാണ്. ഇതെങ്കിലും ഒന്ന് പച്ച പിടിക്കാൻ അനുഗ്രഹിക്കണമേ. ഏയ്, ആർക്കും സംശയം തോന്നരുത്. പശു അപ്പിടുന്നത് പോലെ വേണം ഇട്ടിട്ട് പോകാൻ. എന്നാ പിന്നെ പശുവിന് വാടകയ്ക്കെടുക്ക്. വാ. ദൈവമേ, ആദ്യമായിട്ട് ഒരു മരങ്കോള് തന്നെ കിട്ടണേ. രണ്ട്, ഇട്, മൂന്ന്. ഇത് പശുവിനെ പശുവിനേക്കാളും നല്ലത് പോത്താണ്. അതുകൊണ്ടല്ലേ ആശ നിന്നെ തന്നെ ഈ പണി ഏൽപ്പിച്ചത്. ഇടാ, വാഴ പിടിക്കാണ്ട് അള്ളു വെക്കണം പോത്തെ. എടാ, വണ്ടി ഒന്നും കാണാനില്ലോടാ. എടാ, വണ്ടിക്കാരെ ക്യാൻവാസിൽ ഒരാളെ നിർത്തിയിട്ടുണ്ടല്ലോ, ജാക്കി. അവനത് ചെയ്തോളും. നീ ഇങ്ങോട്ട് വന്നേ. കപ്പലണ്ടി, 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 കപ്പലണ്ടി. ഈ ഡ്രൈവർമാർ തെണ്ടികൾ ഇങ്ങനെ തുടങ്ങിയാൽ ബാക്കിയുള്ളവൻ എങ്ങനെ ജീവിക്കും എന്റെ കർത്താവേ? സക്സസ്. പോലീസെങ്കിൽ പോലീസ്. എന്തൊരു ഗതികേട്. ഇനിയിപ്പോ എന്താണോ ചെയ്യാ? ഞാനെന്ത് ചെയ്യാനാ? എന്ത് പറ്റി സാർ? പഞ്ചറായി. ഭാഗ്യം. അല്ല, ഇവിടെ വെച്ച് പഞ്ചറായത് ഭാഗ്യം. തൊട്ടപ്പുറത്തായിരുന്നെങ്കിൽ വലിയൊരു കാന ഉണ്ടായിരുന്നു. ആ കാനയിലേക്ക് ജീപ്പ് പറഞ്ഞ് സാറിന് എന്തെങ്കിലും അപകടം പറ്റുമെന്നൊരു പേടി. അങ്ങനെ ഒരു ഭാഗ്യം. സാറ് ഇനിയിപ്പോ പഞ്ചർ ഒട്ടിക്കണമെങ്കിൽ 10 കിലോമീറ്റർ അപ്പുറത്തെങ്ങാണ്ട് ഒരു കടയുള്ളൂ സാർ. സാറേ, ഈ സ്റ്റെപ്പിനില്ലയോ? അല്ല, സ്റ്റെപ്പിന് ഉണ്ടായിട്ടും കാര്യമില്ല. കാരണം പഞ്ചറായിട്ടുള്ള ടയർ മാറ്റി സ്റ്റെപ്പിന് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പിന് കൂടി പഞ്ചറായിട്ട് ആ 2 പഞ്ചറായിട്ടുള്ള ടയർ ഉരുട്ടിക്കൊണ്ട് ഏതെങ്കിലും പഞ്ചർ വർക്ക്ഷോപ്പിലേക്ക് സാറ് പോയി. സൂപ്പറായിട്ട് പഞ്ചർ ഒട്ടിക്കുന്ന ടീം ഇവിടെ അടുത്തുണ്ട് സാർ. ഞാൻ പോയി വിളിച്ചോട്ടെ. വേഗം വേണം, എനിക്ക് എസ്കോർട്ട് പോകാനുള്ളതാ. സാറ് ആയിക്കോട്ടെ, എവിടെ വേണം. ഇപ്പൊ നമുക്ക് കാശ് എത്തി മതി. എന്താ പറഞ്ഞേ? ഞാൻ പോയി വിളിച്ചോണ്ടേ സാർ. ഇന്ന് ആദ്യത്തെ ദിവസമായിട്ട് ഒരു വണ്ടിയും പഞ്ചർ ഒട്ടിക്കാൻ കാണുന്നില്ലല്ലോ. ഇത് ഇന്ന് എന്നെ പൂട്ടേണ്ടി വരും. നീ എവിടാ ചാണകം ഇട്ടത്? അയ്യോ, ഞാനല്ല, പശുവാണ് ചാണകം ഇട്ടത്. അതല്ലടാ, റോഡിൽ തന്നെ അല്ലേ ചാണകം ഇട്ടത്? പിന്നെ ഓട്ടോറിക്ഷ മുതൽ തമിഴം പാണ്ടി ലോറി വരെ കയറാൻ പാകത്തിലാണ് സംഭവം ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. സംശയം ഉണ്ടെങ്കിൽ ആശാൻ ഈ വണ്ടിയിൽ ഒന്ന് കയറ്റി നോക്ക്. ആദ്യം ഈ വണ്ടി തന്നെ പഞ്ചർ ആയിക്കോട്ടെ. അയ്യോ, ആശാലേ, എര വല്ലതും വീണോ? ഒരു ജീപ്പ് ഒന്ന് കയറിയിട്ടുണ്ട്. ഞാനവരെ പിടിച്ചിരുത്തിരിക്കാം. വേഗം വാ. പഞ്ചർ പ്രദേശ് റെഡി. ജീപ്പിക്കാരെ തുടക്കം മോശമല്ല. പോലീസ് ജീപ്പാണെന്ന് നേരത്തെ പറയായിരുന്നു. എന്താ തെണ്ടി? അഭിനന്ദാശനെ, നമുക്കിട്ട് പണിയുന്നവരില്ലേ, ആദ്യ പണി അവർക്കിട്ട് തന്നെ തുടങ്ങാം. നല്ല ഐശ്വര്യമായിരിക്കും. പണി തുടങ്ങാം. ഗുഡ് മോർണിംഗ് സാർ. സാർ, ഇതാണ് ഞാൻ പറഞ്ഞ പാർട്ടി. പഞ്ചർ പ്രദേശ്, ഇത് കൊള്ളാമല്ലോ. അതെ സാർ, ഇത് ഹൈവേയിൽ മാത്രം കണ്ടുവരുന്ന ഒരു മൊബൈൽ വർക്ക്ഷോപ്പാണ്. ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, റോഡിൽ വെച്ച് പഞ്ചറായാൽ ഞങ്ങൾ റോഡിലെത്തും. അതെ. കാട്ടിൽ വെച്ച് പഞ്ചറായാൽ കാട്ടിലെത്താം. വീട്ടിൽ വെച്ച് പഞ്ചറായാൽ വീട്ടിലെത്തും. വെള്ളത്തിൽ വെച്ച് പഞ്ചറായാൽ ഇവന്റെ തന്ത എത്തും. പഞ്ചർ എവിടെയുണ്ടോ അവിടെയുണ്ട് പഞ്ചർ പ്രദേശ്. അതെ, ഈ പഞ്ചർ കണ്ടുപിടിച്ചേ അല്ല ആശാന. പ്രദേശ് റെഡി. പണി തുടങ്ങൂ. ഇവര് തുടങ്ങും. സാറ് ഒന്ന് കാര്യം കഴിക്കണമെന്നില്ല. തീരെ സാറ് പോയി ചാടിച്ചിട്ട് വാ. അസനേ, പിന്നൊരു കാര്യം, ആദ്യമായിട്ട് കിട്ടിയ കോളാ. എന്റെ ഷെയർ എനിക്ക് കൃത്യമായിട്ട് കിട്ടണം. ഷേറാ? എടാ, നാട് മുഴുവൻ കള്ള ട്രിപ്പ് അടിച്ചു കിടന്നിരുന്ന നിന്റെ വണ്ടി പോലീസുകാരുടെ ഉത്സാഹപ്പിരിവും RTO ഏമാന്മാരുടെ ഉല്ലാസപ്പിരിവും ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോ വണ്ടി ഓടുന്നതിനേക്കാൾ ലാഭം ഓടാതിരിക്കുന്നതാണെന്ന് പറഞ്ഞ് എന്റെ മുമ്പിൽ വന്ന് നിന്ന് മോങ്ങിയ നിന്നെ ഓച്ചന്തുരത്തിലെങ്ങാണ്ട് ഒരു പഞ്ചർ കട ഇട്ടിട്ട് ഒരു സൈക്കിൾ ടയറിന് പോലും പഞ്ചർ ഒട്ടിക്കാൻ വശമില്ലാതെ ചൊറിയും കുത്തിയിരുന്ന ഈ സലീമിനെയും കൈവെള്ളയിൽ 500 രൂപ എടുത്തു വെച്ച് പൊട്ടം ബിസ്ക്കറ്റ് കണ്ട മാതിരി എന്ത് ബിസിനസ് ചെയ്യണമെന്ന് അറിയാതെ മേലോട്ട് നോക്കിയിരുന്ന ഈ പീറ്ററിനെയും ചേർത്തിണക്കി പഞ്ചർ ബ്രദേഴ്സ് തുടങ്ങണമെങ്കിൽ എന്റെ ഈ തലയിൽ ഒരു സാധനം ഉണ്ട്. ഉണ്ടാക്കായിരിക്കും. അല്ലടാ, കണക്ക് പറഞ്ഞാൽ 50% ഷെയർ നീ എനിക്കാ തരേണ്ടത്. ഓക്കെ. ആ സാർ, എല്ലാം ചേർത്ത് 150 രൂപ. പിന്നെ സാറിന് പോലീസുകാരൻ അതിന്റെ പേരിൽ 50 രൂപ കുറച്ച് തന്നാ മതി അല്ലേ? അത് മതി. അപ്പൊ 100 രൂപ. 200 രൂപ എന്നാണ് 50 രൂപ കുറച്ചത്. 150 രൂപ എണ്ണി തരണം. പഞ്ചർ ഒട്ടിച്ചതിനും കാശ് കുറച്ചതിനും ഒക്കെ നന്ദിയുണ്ട്. താങ്ക് യു. അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം. അപ്പൊ സാർ കാശ്? ഏതെങ്കിലും പോലീസുകാരന് എന്തെങ്കിലും കാര്യത്തിന് ആർക്കെങ്കിലും കാശ് കൊടുത്ത കാര്യത്തിന് താൻ കേട്ടിട്ടുണ്ടോ? അല്ല സാർ, ഒരു മാസം ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടാതെ വന്നാലുള്ള അവസ്ഥ? അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. ഓ, കൈക്കൂലി അല്ലേ? ശരി,
മേലെ ഈ ജാതി കേസ് കെട്ടും കൊണ്ടുവന്ന അള്ളു വെക്കുന്ന വണ്ടിക്കായിരിക്കില്ല നിന്റെ അയ്യോ പാവാ പുതിയതായിട്ട് കിട്ടിയ പണിയാ, ആദ്യമായിട്ട് കിട്ടിയ ചാൻസ് പണവും പോയില്ലേ. ഇനിയിപ്പോ വീട്ടിൽ എങ്ങനെ കാശ് കൊടുക്കും? ഓ നിങ്ങക്ക് 3 പേർക്ക് മാത്രമല്ലേ ഉള്ളൂ വീടും കൂടി, ഞാനൊരു അനാഥനല്ലേ. ശരി ബ്രദേഴ്സ്, ഗെറ്റ് റെഡി, ലൊക്കേഷൻ ഷിഫ്റ്റ്.